കൂട്ടുകാരെ, ഈ തോട്ടം കണ്ടോ? എന്ത് ഭംഗിയുള്ള തോട്ടമാ! ഇതുപോലെ ഒരു തോട്ടം ദൈവമുണ്ടാക്കി, ഏതേൻ തോട്ടം. അവിടെ എല്ലാ ഫലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഒരു നദി തന്നെ അവിടെ ഒഴുകുന്നുണ്ടായിരുന്നു തോട്ടത്തെ നനയ്ക്കേണ്ടതിന്. അത്രയും ഭംഗിയുള്ള ഏതൻ തോട്ടത്തിലാണ് മനുഷ്യനെ പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസം സർപ്പം സ്ത്രീയോട് എന്ന് പറഞ്ഞു, ദൈവം വാസ്തവമായി ഇതൊക്കെ ചെയ്യുവാൻ കൽപ്പിച്ചിട്ടുണ്ട്, ഇതെല്ലാം തിന്നരുതെന്ന് കൽപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ വന്ന് ചോദിച്ചപ്പോൾ സ്ത്രീ അവിടെ പെട്ടുപോയി, അവിടെ വീണുപോയി. ആ വാക്ക് കേൾക്കാതിരുന്നെങ്കിൽ മതിയായിരുന്നു. ഒറ്റ വാക്കിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. ഒറ്റ ലംഘനത്തിൽ ദൈവ സാന്നിധ്യം ഇല്ലാതായിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു വീഴ്ച നമ്മളിൽ ഒരിക്കലും സംഭവിക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ദൈവം കൽപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് മാറിപ്പോകല്. അവിടെ നമുക്ക് പരാജയം സംഭവിക്കും. കർത്താവിൻ്റെ ആ നിത്യതയോളം നമ്മളെ കർത്താവ് വിശ്വസ്തരായി നിൽക്കുവാൻ വിളിച്ചതാ. നമ്മൾ വിശ്വസ്തരായിരിക്കണം. ആരുടെയും പേര് ജീവിതത്തിൽ നിന്ന് വായിച്ചു കളയാതിരിക്കേണ്ടതിന് നമ്മൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കർത്താവിൻ്റെ വാക്ക് കേട്ട് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.